എന്താ പ്രശ്നം? എന്താ പ്രശ്നം? പോയി സാറേ, എല്ലാം പോയി. ഞാൻ ആളെ രക്ഷകനെ കാര്യം പറഞ്ഞു സാറേ, UPS പോയി സാറേ. കമ്പ്യൂട്ടർ ഒന്നും ആക്കാവുന്നില്ല. സാറേ, ഇന്നിവിടെ ഒരു പരിപാടി നടക്കുന്നില്ല. ഞാൻ പോയി UPS ആളെ വിളിച്ചത് ശരിയാക്കോ, ഇല്ലെങ്കിൽ ഈ തിരക്കല കണ്ടല്ലോ ഇവരെല്ലാവരും കൂടി എന്റെ ശവകാലം നടത്താൻ പോകുന്നത്. ഹലോ ഹലോ മിസ്റ്റർ രാജേഷ്, ഇത് സതീഷ് കുമാറോ? ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് മോർണിംഗ്. പറയൂ സാർ, എന്തൊക്കെ സാറേ വിശേഷം? അത് പറയാനാണ് വിളിച്ചത്. സാറിന് കിസ് ചെയ്തില്ലേ? കിസ്സോ? ഇതിപ്പോ സാറേ ഈ ക്യാമറ ഞാൻ അറിഞ്ഞില്ല സാറേ. അതെന്താ ഞാൻ നിങ്ങളെ എങ്ങനെ വെച്ച് പറഞ്ഞാണല്ലോ നിങ്ങളോട് പറയണത്. അല്ലെങ്കിൽ നല്ല കാര്യം വേണ്ട നേരത്തെ എന്നോട് പറയാം സാറേ. ഞാൻ തന്നെ അഞ്ചെണ്ണമാണ് ടാബ്ലറ്റ്. ടാബ്ലറ്റ് എന്തെങ്കിലും ചെയ്യണം, ചെയ്തേ പറ്റൂ, വേറെ പണിയൊന്നുമല്ലോ. മോശമല്ലേ? ആൾക്കാർക്ക് അത് എന്ത് വിചാരിക്കും? എന്നെ കൊണ്ട് ഇവരൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്ത് മോശം രാജേഷ്, ഓരോ ക്വസ്റ്റിനും 15 ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ താൻ വേഗം പോയി 2 ക്വസ്റ്റ്യൻ ചെയ്യാത്തവരുടെ ലിസ്റ്റ് HOD മേഡം ആ കിസ് ചെയ്ത് തീർക്കാൻ സാറിന് എവിടെ പോയി കളിക്കുന്നു? മനുഷ്യന് മുഷി ഒന്നും പറയാതെ മൊത്തം പ്രശ്നമാണ്. അല്ല, ഇങ്ങോട്ട് ഒരു പരിപാടി നടക്കില്ല. കറക്റ്റായി പോയല്ലോ. ആ സാറ് കാര്യം ചെയ്തേ ഈ കമ്പ്യൂട്ടർ വർക്കാവത്തില്ല. ഇതൊന്നും പറഞ്ഞാൽ കഴിഞ്ഞിട്ട് എന്താണോ എങ്ങോട്ടാ പോയൊക്കെയായി കുമാരൻ തൽക്കാലം ഇരിക്കും. ഞാൻ വിളിക്കാം. സുമേഷേ, എടോ ആ ബോംബ് ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ആരെയും മെസ്സേജ് തന്നിട്ടുണ്ടോ? എല്ലാ ഞാൻ ആഫീസിലാണ്. സുമേഷേ കുമാരൻ പുതിയ ഫോണൊക്കെ എടുത്താ കുമാരന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ശരിയാക്കി. അപ്പോൾ എന്തൊരു ചൂടാണ്. എനിക്ക് US-ൽ ഇവിടെ എത്തിയാൽ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പുറത്താണെങ്കിൽ വല്ലാത്ത ട്രാഫിക്. ഓ ഡിസിപ്ലിൻ, നോ മാനേഴ്സ്. എനിക്ക് ധാരാളം ഡിപ്പോസിറ്റ്സ് ഉണ്ട്. അതെല്ലാം മിക്സപ്പ് ആയി കിടക്കുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ UPS അടിച്ചു പോയിട്ടില്ല. ഇപ്പൊ ശരിയാവും. ഇതാ ഞാൻ പറഞ്ഞേ, ഇവിടെ ഒരു 20 വർഷം പുറകിലാ. US-ലെങ്ങാനും ആയിരിക്കണമായിരുന്നു. ഇപ്പൊ ശരിയാവും. ഒരു കാര്യം ചെയ്യും, ആ ഡെപ്പോസിറ്റ് തരുന്നല്ലോ ഞാൻ നോക്കണേ. മോൻ പുതിയതായിട്ട് അവിടെ കൊടുത്തൊക്കെ പോകാൻ സാറേ, എനിക്ക് പണിയൊന്നും അറിയുന്നില്ല. അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. ഡെപ്പോസിറ്റ് എല്ലാം ആകെ ഇൻസെപ്റ്റായി കളിക്കാനല്ലേ. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് മേഡം? ഒരു 5-6 ഉണ്ടാവും. നോക്കൂ രാജേഷ്, എനിക്കൊരു ഫേവർ വേണമായിരുന്നു. എന്റെ റൂബിക്കാണെങ്കിൽ 2 ദിവസമായി വല്ലാത്ത ഫീവറും വോമിറ്റിങ്ങും. അവളെ റൂബിക്ക് നല്ല ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ കാണിക്കാനായിട്ട്? അവളെ കൊണ്ടുപോകാനാണെങ്കിലും ആരുമില്ല. മെഡിസിൻ നല്ല ഹോസ്പിറ്റലാണ് മേഡം. ഒരു ഡോക്ടറെ നമ്പർ. ഓ താങ്ക് യു, സോ കൈൻഡ് ഓഫ് യു.
റൂബി ആരാണ് പറഞ്ഞത്? എന്റെ പള്ളിക്കുട്ടി അതിനുള്ള നമ്പർ ഇപ്പൊ എന്റെ കയ്യിലില്ല. കിട്ടുവാണെങ്കിൽ ഞാൻ വേണമെന്ന് അറിയാം. പിന്നെ ഈ ഡെപ്പോസിറ്റ് എല്ലാം ഞാൻ നോക്കി എല്ലാം ഓക്കെ. ഇതെല്ലാം ഡിസംബറിൽ അടച്ചതാണ്. അപ്പൊ ഉടനെ Okay, thank you. So kind of you. See you later. പിന്നെ രാജേഷ് വൈകിട്ടായി SMS-ന്റെ കാര്യം ഒന്ന് ചെക്ക് ചെയ്യണം. ഞങ്ങൾ NRIs SMS-ന്റെ ഇമ്പോർട്ടൻസ് അറിയാമല്ലോ. അത് തീർച്ചയായിട്ടും വളരെ ശരിയാൻ പറ്റില്ല. ബൈ ബൈ. ആ സാറിന് ഒരു 5 മിനിറ്റ് ഉണ്ടായിരുന്നല്ലോ. ആ പട്ടിക്കുള്ള ഇൻജക്ഷൻ ഞാൻ എടുക്കുന്നു. സുമേഷേ എന്താണ് കഴിഞ്ഞ എടോ റീചാർജ് ചെയ്യണോ? സാറേ എന്റെ നെറ്റാണെങ്കിൽ കുറച്ച് ദിവസം മറക്കാവുന്നില്ല. ആ ബോംബ് അത് പൊട്ടിക്കാൻ പോയിട്ടൊന്ന് തുറക്കാൻ പോലും പറ്റിയിട്ടില്ല. ഇതൊന്നും പ്രശ്നമല്ല. മീനു ഇതൊന്നും പ്രശ്നമില്ല. എടോ സുമേഷേ ആ ഫോൺ വിലക്ക് കേട്ടോ. ഹലോ നേരല്ലേ അല്ലേ? ആരായാലും വേണ്ടില്ല. ഞാൻ സുഖം. കഴിഞ്ഞ മാസം ചാർജ് പറഞ്ഞ എന്റെ അക്കൗണ്ടിൽ 2000 രൂപ നേരിട്ടത്. എന്താ മിനിമം ബാലൻസോ? എന്റെ ഏർപ്പെടാ ഇതിനേക്കാൾ വേറെ ഒരു കമ്പിപ്പാറ എടുത്ത് കക്കാറുന്നതാ. നിങ്ങളെ മാനേജ് ഇല്ലേ ആർക്കത്തെ? ഒരു മിനിറ്റ് സാറേ, സാറിനോട് കൊള്ളാം. ഹലോ മനുഷ്യവിടെ ആകെ പുറകിൽ നിൽക്കാം. അതിന്റെ ഇടയ്ക്ക് മൂക്കിൽ പോയോ? ഹലോ പോലീസ് പറയും. പോലീസൊക്കെ അവിടെ നിൽക്കട്ടെ. ബാങ്കിലേക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും മറന്നു. അല്ല നിങ്ങൾ ഇറങ്ങിയില്ലേ? മോന്റെ സ്കൂളിൽ ഓപ്പൺ ഹൗസ് ഉള്ളതല്ലേ? ഓപ്പൺ ഹൗസോ? ഓ എന്റെ മനുഷ്യ PTA മീറ്റിംഗ് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് പോണോന്ന്. എന്നെ കൊണ്ട് ഇറങ്ങാൻ പറ്റും തോന്നുന്നത്. ഞാനിവിടെ രാവിലെ 4 കുട്ടികൾ ഒരു കുഞ്ഞ പോരാടമാണ്. എന്റെ പോരാടി, നിങ്ങൾ ഈ പോരാട്ടമൊക്കെ ഒതുക്കി ഇടയ്ക്ക് വീട്ടിലെ കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കേ. എല്ലാം നമുക്ക് ശരിയാക്കാം. ഈ തവണ പോയിട്ട് അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും പോയി ഞാൻ കുറിച്ച് വെക്കുന്നതാണ്. എല്ലാം ശരിയാണ്. കുട്ടിക്ക് ഡ്രസ് ചേരുന്നുണ്ട്. കഴിഞ്ഞോ? അതെ ആക്കെ മിസ്റ്ററായിട്ടാണ് എല്ലാം റെഡിയായിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. കുമാരന്റെ നെറ്റ് പോയാ അത് ശരിയാവും. പറ്റില്ല. പറ്റില്ലെന്ന് പറയാൻ പറ്റില്ലോ ബുദ്ധിമുട്ട് ശരിയാക്കാം. ഞാൻ പറഞ്ഞ പേപ്പർ സാധനം നിങ്ങൾ പറഞ്ഞ എല്ലാ പേപ്പേഴ്സും ഞാനിപ്പോ എന്നാ വേണം? ഞാൻ 100 പ്രാവശ്യം പറഞ്ഞാൽ ഞാൻ പോയാൽ പറ്റില്ല പറ്റില്ല കേൾക്കട്ടെ. ഇപ്പൊ എന്താന്ന് വെച്ചാൽ സാറേ അവിടുത്തെ അച്ഛൻ്റെ വരെ എവിടെയാണോ
വണ്ടിയിലേക്ക് ചേർത്തത് ഞാൻ അവിടെ സീറ്റാവുന്നു. എന്റെ കുമാരൻ ഇത് അഭിപ്രായമല്ല. ലോണിലെ തിരിച്ചറിവ് പറഞ്ഞ് കിട്ടക്കണതായ കുമാരൻ ചെല്ല് ആപ്പൊക്കെ ഇൻസ്റ്റാൾ ആയിട്ടുള്ളൂ. സാറേ പ്രശ്നമായിരിക്കും. പ്രശ്നമാണ് സാറേ. എന്താണ് പ്രശ്നം? അടുത്ത പ്രശ്നം. സാറ് കൂടി പട്ടിക്ക് ഇരുന്നു ഗ്രൂപ്പിലെ മെസ്സേജ് വേണ്ട എന്തുകൊണ്ടു? റിവ്യൂ ഈശ്വരാ. അയ്യോ എന്തോ സാറേ എന്തുവാണോ ഇത്? അതെ നിങ്ങൾ രാത്രി പിള്ളേരല്ലോ പിള്ളേരിക്കാം പിന്നെ അവരെവിടെ വെക്കേഷൻ നാട്ടിൽ പോയിക്കോന്ന് പറഞ്ഞത്? ഭാര്യ വിളിച്ചതാ. സാറേ അതെ ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് ഇപ്പൊ 10 മിനിറ്റ് കഴിയും. സാർ ഒന്ന് വെയിറ്റ് ചെയ്യും. കഴിയും. ഈ കാര്യം നമ്മളില്ല. നമുക്കേ ഗാലറി കിട്ടുകയാണ്. ഈശ്വര പട്ടിക്കൂട്ടി കയറിയിരിക്കുന്ന അവസ്ഥയാണോ പോകാൻ പറ്റില്ല. എല്ലാവരും കളിയോ? ഓ കയറി കയറി. Okay, good afternoon friends. Today we'll start the review. First we'll start with the negative branches. First is coconut wood branch. Mr. Rajesh, whatever is okay, the business parameters. Sir, good afternoon sir. Sir, ഞാനെന്റെ ബിസിനസ് എല്ലാം ഇംപ്രൂവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ. സാറിന് ടാർഗറ്റ് വളരെ വിളിച്ചാണ് സാർ. 1-2 പ്രപ്പോസൽസ് പൈപ്പ് ലൈനിലുണ്ട് സാർ. സാറിന്റെ പ്രപ്പോസൽസ് അതെല്ലാം പൈപ്പിനകത്ത് തന്നെ വെച്ചോ, ഒന്നും പുറത്തെടുക്കണ്ട. എടോ താൻ വന്നതിന് ശേഷം കൂടി ഏതെങ്കിലും ഒരു പാരാമീറ്ററുണ്ടോ? ആ കൂടിയിട്ടുണ്ടല്ലോ, NBA കൂടിയിട്ടുണ്ട്. ഈ ഷായലെ ഡിസപ്പോയിന്റ്. എടോ തനിക്കൊക്കെ ചോറ് തരുന്ന സ്ഥാപനത്തിനോട് അല്പം കൂടി നന്ദി കാണിച്ചൂടെ? തന്നെ ഞാൻ കൂലാത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. തന്റെ സേവനങ്ങൾ മതിയായി. എന്താണ് വിവരിക്കുന്നത്? അല്ല സാർ, അതെ അവിടെ ഭയങ്കര ചൂടായിരിക്കില്ലേ സാർ? ഇല്ല, തന്നെ ഞാൻ തണുപ്പുള്ളത്തേക്ക് വിടാം. ഇത് കാശ്മീരിലേക്ക്. സാർ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ചൂടുള്ള സാർ ഇഷ്ടം. എവിടെ താനിക്ക് അല്പമെങ്കിലും ചൂടുണ്ടായിരുന്നെങ്കിൽ താൻ ഈ പാരാമീറ്റേഴ്സൊക്കെ റീച്ച് ആകുമായിരുന്നില്ലേ? തനിക്കൊക്കെ ചോറ് തരുന്ന സ്ഥാപനത്തിനോട് അല്പമെങ്കിലും നന്ദി കാണിച്ചുകൂടെ? എന്താണ് അവിടെ അവിടെ ഇരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണോ? ഇവിടെ ഇത്രയും സീരിയസ് ആയ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ താനിക്ക് എങ്ങനെ പെരുമാറാൻ സാധിക്കുന്നു? ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ട്രാൻസ്ഫർ ചെയ്തേക്ക്. സോറി സാർ. ഓഹോ, എന്റെ ലോൺ പാതി കഴിഞ്ഞിട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം. സഹായിക്കില്ല. കാശ്മീരിലേക്ക് വന്നേക്കാനായിട്ട് പറഞ്ഞു മനസ്സിലാക്കുന്നു. എടോ എന്തുവരെ കസ്റ്റമേഴ്സ് അതല്ലേ? താൻ എങ്ങനെ മാനേജ് ചെയ്യുന്നവരെയൊക്കെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കിയിടോ അയാളെ? യു മേ ലീവ് നൗ. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട് ഐ സേ. സാറേ സാറി ചെയ്ത് മാറുണ്ടല്ലോ. അങ്ങ് നോർത്ത് ഇന്ത്യക്ക് പോകട്ടെ ഞാനാ. അതാണ് എനിക്ക് വിഷമത്തെ ഇവിടെ തെറ്റുന്നത്. ഇതിന്റെ പ്രതിമാനം സാറിന്റെ ഞാൻ എങ്ങനെയെങ്കിലും പാസ്സാക്കിയിരിക്കും. തീർച്ചയായിട്ടും സാർ. ഓക്കെ സാർ, താങ്ക് യു സാർ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ് പ്രക്ഷുബ്ധമായിരുന്നു മാനേജർ രാജേഷിന്റെ ഇന്നത്തെ ദിവസം എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ തികച്ചും സാധാരണമായ ഈ ദിവസവും അയാളുടെ ജീവിതത്തിലൂടെ കടന്നുപോകും. തലനാരിഴയ്ക്ക് ഇന്ന് നഷ്ടമായ നോർത്ത് ഇന്ത്യൻ ടൂർ ഇന്നല്ലെങ്കിൽ നാളെ അയാളെ തേടി വീണ്ടും വന്നേക്കാം. പാരാമീറ്റേഴ്സും ടാർഗറ്റുകളും എല്ലാം ഡെമോക്ലീറ്റസിന്റെ വാളെന്ന പോലെ എന്നും അയാളുടെ തലയ്ക്ക് മുകളിൽ തന്നെ ഉണ്ടാകും. എന്നാലും മാനേജർ രാജേഷ് പതരാതെ തളരാതെ മുന്നോട്ട് തന്നെ. കാരണം ഈസ് എ ബാങ്കർ.